ശ്രുതിയെ തനിച്ചാക്കി ജൻസൺ മരണത്തിന് കീഴടങ്ങി. കൽപ്പറ്റ വെള്ളാരം കുന്നിൽ വാഹനാപകടത്തിൽ പരുക്കേറ്റ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബന്ധുക്കളെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനായിരുന്നു ജൻസൺ. കൂടുതൽ വിശദാംശങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഏറെ സങ്കടമുള്ള ഒരു വാർത്തയാണ് ഈ വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിൽ ശ്രുതിക്ക് മാതാപിതാക്കളെ അടക്കം ബന്ധുക്കളെ നഷ്ടപ്പെട്ടിരുന്നു. ഏക തുണയായത് ജൻസനാണ്. ഇപ്പോൾ ഇതാ ജൻസണും വിടവാങ്ങിയിരിക്കുകയാണ്. വിവരങ്ങൾ. തീർച്ചയായും പ്രവിധ അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. 8:57 ജൻസന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത്. മരണവിവരം സ്ഥിരീകരിച്ചിരിക്കുന്നു. ബന്ധുക്കൾ തന്നെയാണ് ഇക്കാര്യം നമ്മളെ അറിയിച്ചത്. 8:57 ഈ തലയ്ക്ക് ഗുരുതരമായ രീതിയിലുള്ള പരിക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ അപകടത്തിൽ ഇന്നലെയാണ് വെള്ളാരംകുന്നിൽ അപകടം ഉണ്ടായത്. തലയ്ക്കാണ് ഗുരുതരമായ പരിക്ക് ഏറ്റുന്നത്. ആന്തരിക രക്തസ്രാവം അടക്കം ഉണ്ടായിരുന്നു. പരമാവധി ശ്രമങ്ങൾ നടത്തി, പക്ഷേ ആസാദ് മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് വെള്ളാരംകുന്നിൽ അപകടമുണ്ടായത്. വെള്ളാരംകുന്നിൽ സ്വകാര്യ ബസ്സും അതോടൊപ്പം തന്നെ ഇവർ സഞ്ചരിച്ചിരുന്ന ഒമ്നി വാനും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ സമയം ശ്രുതിയും ഒപ്പമുണ്ടായിരുന്നു. അതോടൊപ്പം ശ്രുതിക്ക് മാതാപിതാക്കളെ ഈ ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ സഹോദരി ശ്രേയയും മരിച്ചിരുന്നു. പ്രദേശത്തെ മുൻ വാർഡ് അംഗം കൂടിയായ സബിതയാണ് അമ്മ. ശിവണ്ണനാണ് ഇവരുടെ പിതാവ്. ഈ മാതാപിതാക്കളെയും ഒപ്പം തന്നെ സഹോദരിയെയും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനുശേഷം ജൻസൺ മാത്രമായിരുന്നു കൂട്ട്. ജൻസൺ ഈ അപകടത്തിൽ ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിരുന്നു. മാത്രമല്ല, ഇവരുടെ ബന്ധുക്കൾ 9ഓളം വരുന്ന ബന്ധുക്കളാണ് ഈ ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ചത്. ഈ ഇവരുടെ ബന്ധുവായിട്ടുള്ള ലാവണ്യയും ഒപ്പമുണ്ടായിരുന്നു. ലാവണ്യക്കും ഈ അപകടത്തിൽ പരിക്കുണ്ട്. ലാവണ്യയുടെ മാതാപിതാക്കളും സമാനമായ രീതിയിൽ തന്നെ ഈ ദുരന്തത്തിൽ, മാതാപിതാക്കൾ മാത്രമല്ല, മാതാപിതാക്കളും ഒപ്പം തന്നെ സഹോദരനും ഈ ദുരന്തത്തിൽ മരിച്ച ആളാണ്. അത്തരത്തിൽ ഈ ദുരന്തത്തിന്റെ ഭാഗമായി ഈ ശ്രുതിക്ക് ഒപ്പം ജൻസൺ മാത്രമായിരുന്നു കൂട്ട്. ഇവരുടെ വിവാഹം നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ്. ഈ വിവാഹം നിശ്ചയിക്കുന്നതിനൊപ്പം തന്നെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങും ഒരുമിച്ചായിരുന്നു നടത്തിയത്. നാട്ടിലൊരു ആഘോഷമായി തന്നെ നടത്തിയതാണ്. പക്ഷേ ദുരന്തം ഇവരെ വേട്ടയാടി. ആ ദുരന്തത്തിന്റെ തുടർച്ചയായി വീണ്ടും മറ്റൊരു ദുരന്തത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നു ശ്രുതി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ജൻസൺ മാത്രമായിരുന്നു കൂട്ട്. ആ ദുരന്ത വാർത്ത നമ്മൾ പുറംലോകത്തേക്ക് അറിയിക്കുകയാണ്. 8:57 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ അപകടത്തിന് ശേഷം, ഈ അപകടവുമായി ബന്ധപ്പെട്ട അപകടത്തെ തുടർന്ന് പിന്നീട് ഈ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ആദ്യഘട്ടത്തിൽ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഇവരെ കൊണ്ടുവന്നത്. അതിനുശേഷം ജൻസന്റെ നില അല്പം ഗുരുതരമായതിനെ തുടർന്ന് ആസാദ് മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഈ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. പരമാവധി ശ്രമങ്ങൾ നടത്തി, പക്ഷേ അതൊന്നും ഫലം കാണാത്ത സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ ദുഃഖകരമായ വാർത്ത തന്നെയാണ് ലോകത്തേക്ക് അറിയിക്കാനുള്ളത്. വലിയ ഒരു ദുരന്തം ആ കുടുംബത്തെ, അതായത് ശ്രുതിയുടെ കുടുംബത്തെ വേട്ടയാടിയതാണ്. ശ്രുതിയെ വ്യക്തിപരമായി വേട്ടയാടിയതാണ്. എന്നിട്ട് പോലും ക്യാമ്പിലടക്കം ഒപ്പം ഈ ശ്രുതിക്കൊപ്പം ചേർന്നിരിക്കാൻ ജൻസൺ തയ്യാറായി. ഇവരുടെ ഈ മരണത്തിന്റെ 41 ദിവസം കഴിഞ്ഞ ശേഷം വിവാഹ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് കാത്തു നിൽക്കാതെ ഈ ജൻസൺ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത. ഈ വെള്ളാരംകുന്ന് എന്ന് പറയുന്ന പ്രദേശം വലിയ രീതിയിൽ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്ന പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഈ അപകടം ഉണ്ടായത് ഇന്നലെ വൈകിട്ട് 3 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത്. ആ അപകടത്തിലാണ് ഇപ്പോൾ ജൻസന്റെ മരണ വാർത്ത സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. 8:57 മരണം സംഭവിച്ചതെന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. അവർ പറയുന്ന കാര്യം ഇതാണ്. എന്തായാലും അതീവ ദുഃഖകരമായ അവസ്ഥ തന്നെയാണ് ഉള്ളത്. ബന്ധുക്കളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അവിടെയുണ്ട്. അവരാണ് നമ്മളോട് ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത്.